ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെയും വിലങ്ങാട്ടെയും ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി ഗോവ രാജ്ഭവൻ. ദുരിതബാധിതർക്കായുള്ള ഗോവ രാജ്ഭവന്റെ ധനസഹായം ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള സേവാഭാരതിക്ക് കൈമാറി. ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ദേശീയ സേവാഭാരതി എന്ന് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. പ്രകൃതി ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന വയനാടിനും വിലങ്ങാടിനും കൈത്താങ്ങാകുകയാണ് ഗോവ രാജ്ഭവനും. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ഗോവ രാജ്ഭവന്റെ ധനസഹായം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള സേവാഭാരതിക്ക് കൈമാറി. പ്രശസ്തിക്ക് വേണ്ടിയല്ലാതെ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് സേവാഭാരതി എന്ന് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. ഒരു സർക്കാരിൻ്റെ ഫണ്ട് ആദ്യമായിട്ടാണ് സേവാഭാരതിക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യ സേവനം ഏത് ആപത്ഘട്ടത്തിലും സ്വന്തം ചുമതലയാണ്, അത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല എന്ന് കരുതി ദേശമാസകലം പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സേവന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സേവാഭാരതിയാണ്. ദേശീയ സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൽ ജാതിയോ മതമോ ഭാഷയോ ഒന്നുമില്ല. വയനാടിന് വേണ്ടി സാധ്യമായതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തു. പുനരധിവാസത്തിന് വേണ്ടി പണം തടസ്സമാകില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകി. എന്നിട്ടും അദ്ദേഹത്തെ വിമർശിക്കുന്നത് അജ്ഞത കൊണ്ടാണെന്ന് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് എന്നിട്ട് ഒറ്റ വാക്കിൽ പണമില്ലാത്തതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോയി. പിന്നെ എവിടെയാ വിമർശനം? ഞാൻ കുറെ പോസ്റ്റിംഗ് ഒക്കെ കണ്ടു. എന്തേ പണം കൊടുക്കുന്നില്ല, വന്ന് കണ്ടിട്ട് പോയാൽ മതിയോ? അത്തരം ആളുകളുടെ അജ്ഞതയെ ഓർത്ത് ഞാൻ പങ്കെടുത്ത ഒരു വലിയ യോഗത്തിൽ ബഹ്റിലെ സമ്മേളനത്തിൽ തൃശ്ശൂരിലേക്ക് മിനിക്കാൻ ഞാൻ വന്നിരുന്നു. അപ്പോൾ ഒരു വലിയൊരു, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ കാല് തൊട്ട് തൊഴുതു, അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞു, ശ്രീധരൻപിള്ള ഇതൊക്കെ പറയുന്നു, ശ്രീധരൻപിള്ള ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ട് എത്ര നാളായി, എന്തെങ്കിലും കൊടുത്തോ? അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അജ്ഞത എന്ന് പറയുന്നില്ല, കാരണം അത്രമാത്രം സൂര്യ തേജസ് പോലെ നിൽക്കുന്ന ഒരാളിനെ ഒരിക്കലും എനിക്കതുകൊണ്ട് അദ്ദേഹത്തോട് മതിപ്പ് കുറഞ്ഞിട്ടില്ല. RSS മുതിർന്ന പ്രചാരകൻ എസ്. സേതുമാധവൻ സേവാ സന്ദേശം നൽകി. ഒരു സഹായം ചെയ്യുന്ന ഒരു മനോഭാവമല്ല, ഔദാര്യമല്ല. സേവ എന്നുള്ളത് ഒരു ഔദാര്യമല്ല, മറിച്ച് ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ സ്വയം ഉണ്ടാകുന്ന ഒരു കർത്തവ്യ ബോധമാണ്. ഇതാണ് ഭാരതീയ സങ്കല്പം. ഇതിനാണ് ധർമ്മം എന്നോ ബാക്കിയുള്ള വാക്കുകളൊക്കെ പറയുന്നത്. സേവാഭാരതി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി. വേണു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. MC ഷാജകുമാർ, നിഷി രഞ്ജൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.